കുറച്ചും കൂടി വെച്ചു. ആ എൻ്റെ അങ്ങ് അടിയാനുള്ള കൊള്ളാം. ആ കറങ്ങോട്ടെ. ആ ഞാൻ വെച്ചു. നമുക്കും ചോറ് തന്നെ. ഇത് നമ്മൾ ചോറ് നമ്മളൊന്നുമില്ല ഉള്ളത്. ഇവിടെ അന്നദാനമുണ്ട് കേട്ടോ. ഇത് തൊണ്ടിക്കോത്ത് ഭഗവതി ക്ഷേത്രമാണ്, വെല്ലുന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നല്ല നമസ്കാരം. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള നമ്മൾ ഗണേശ ഉത്സവം നമ്മൾ കാണാൻ പോകാം. നല്ല നമസ്കാരം. എല്ലാം നമ്മളെ കുട്ടികളാണേ. നല്ലോണം പഠിക്കത്തില്ല അല്ലേ? നല്ലോണം പഠിക്കാനേ. നല്ലോണം പഠിക്കോറ് കേട്ടോ. അച്ഛനമ്മേൽ നോക്കണം കേട്ടോ. നല്ലോണം പുറത്തുകൂടൊന്നും പോകാൻ പാടില്ലേ. ഒന്നും പോവില്ല കേട്ടോ. അവർ നല്ല കുട്ടികളാണ്. സ്കൂള് നല്ല കുട്ടികളാണ്. സ്കൂൾ നല്ലോണം പഠിക്കുന്ന കുട്ടികളാണ്. എല്ലാവരും ഞാൻ ഓട്ടുന്നാല് ഞാൻ ഒരു നോക്ക് കണ്ടിന്. എന്നാൽ ശരി. ആ പോകുന്നുണ്ട്. ആ ഭക്ഷണം കഴിച്ചു. എന്തുണ്ട് ഇടിയുണ്ടല്ലേ? ആ നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ. എൻ്റെ പേര് ധനേഷ്. ധനേഷ് അല്ലേ? പിന്നെ ഈ ക്ഷേത്രത്തിൽ ഏത് മാസമാണ് എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങൾ വരുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഏത് സമയത്താണ് വരേണ്ടത്? ജനങ്ങൾ വരുന്നത് അതിപ്പോൾ എല്ലാ മാസവും മലയാള മാസം ലാസ്റ്റ് ദിവസം അതാണ് ശങ്കരമായിട്ട് കണക്കൂട്ടുന്നത് അല്ലേ? സംക്രമണത്തിൻ്റെ രാവിലെ പൂജയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ തെയ്യാണ് മെയിനായിട്ട്. തെയ്യ ഏത് മാസം വരുന്നത്? ജനുവരി 30, 31, അതായത് മകരം 16, 17, 18 വരിക. അത് തക്കുറിയാണ്. അപ്പോൾ എത്ര തെയ്യങ്ങളുള്ളത് ഇവിടെ ഇപ്പം നിലവിൽ കാര്യമായിട്ട് ഭഗവതിയും പൊന്മകനും. പൊന്മകനുള്ള. പിന്നെ മേലേരിയിലേക്ക് പ്രവേശിക്കുന്ന ആരാ? ഭഗവതി. രണ്ടാണ്, ഭഗവതിയും പൊന്മകനും. അതേ ദിവസമുള്ളത്? അത് 1-ാം തീയതി. അത് ലാസ്റ്റ് 18-ാം തീയതി. അതായത് ഫെബ്രുവരിയിലേക്കാ? ഫെബ്രുവരി 1-ാം തീയതി. ഫെബ്രുവരി 1-ാം തീയതി അല്ലേ? മകരം 18. എത്ര മണിക്കുണ്ടാവും അത്? അത് പുലർച്ചെ ഒരു 6 മണിക്കുള്ളായിട്ടുണ്ടാവും അല്ലേ? ഒരാളായിട്ടിലേക്ക് വേഷമല്ലേ മേലേരി ഉണ്ടാവും? ഒരു മീഡിയം അതായത് മേലേരിയിലെ കൂടി ചിലപ്പം ഇതിൻ്റെ കാരണവന്മാരെല്ലാം ഓടുന്നുണ്ടാവില്ല. എല്ലാവരും ഓടുന്നു. എത്ര കാരണവന്മാരുടെ ഇതിൽ? ഊരാളന്മാരുടെ അടുത്തേക്ക് ഒരുപാട് പേരുണ്ടല്ലേ? എണ്ണപ്പെടുത്താൻ കഴിയില്ല. ഇനിയും വരാനുള്ള ആൾക്കാരും ഉണ്ടാവും അല്ലേ? പിന്നെ ഇവിടെ എന്തെല്ലാം മൂർത്തിയാണുള്ളത്? മെയിനായിട്ട് പിന്നെ നാഗും ഗുരുസാനുണ്ട്. പിന്നെ വേറൊന്നും ഇവിടെ കണ്ട ഗുളികനാ? നമ്മുടെ അങ്ങനെ സ്ഥാനമായിട്ട് വരുന്നു അല്ലേ? ഈ സ്ഥലത്തിൻ്റെ പേരും ഈ ദേവിയുടെ പേരും ഇവിടെ മെയിനായിട്ട് ഉള്ളത് വലിയന്നൂർ ശ്രീ തൊണ്ടിക്കോത്ത് ശ്രീ ഭഗവതി ക്ഷേത്രം അല്ലേ? അപ്പോൾ ഇവിടെ നേർച്ചയും കാര്യങ്ങളും ദൂരത്തുള്ള ഗൾഫ് രാജ്യത്ത് നിന്ന് അങ്ങനെയുള്ള കൂട്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഈ പേരിൽ തന്നെ അടിച്ചൊക്കെയല്ലേ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് സംക്രമത്തിൽ പായസവും ഒരു വട്ടിൽ അര വട്ടിൽ അങ്ങനെയെല്ലാം ഉണ്ടോ? സംക്രമത്തിന് വലിയ പായസം ചെറിയ പായസം അത്ര മാത്രമേ ഉള്ളൂ അല്ലേ? അത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഒരാൾക്കന്നെ ഫുള്ളായി ചെയ്യാൻ പറ്റുമോ? സ്പോൺസറായിട്ട് അന്നദാനം ചെയ്യുന്ന ഫുൾ ചെയ്യാൻ പറ്റും. അന്നദാനത്തിൻ്റെ ഫിക്സഡ് റേറ്റ് ഉണ്ടാവില്ലേ?
ഫിക്സഡ് റേറ്റ് എന്നല്ല, അത് നിങ്ങൾ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കും. ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഒന്നിനാ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ നമ്പർ എന്ന് പറഞ്ഞത് കമ്മിറ്റിക്കാർ ആരുതെങ്കിലും വിളിച്ചാൽ കിട്ടുന്ന നമ്പറാണെങ്കിൽ കാവ്യ നമ്പറിൽ കാവ്യ നമ്പർ ആയാലും മതി. 0723 അതായത് 0497 അങ്ങനെയാണ് അല്ലേ? ഇത് കാവിലെ നമ്പർ ഏത് സമയം വിളിച്ചാൽ കിട്ടും? വൈകുന്നേരത്തെ 5 മണിക്ക് ശേഷം 5:30 ശേഷമുള്ള സമയത്ത് വിളിച്ചാൽ കിട്ടും അല്ലേ? രാവിലെ ഉണ്ടാവില്ല. രാവിലെ പിന്നെ ഇവിടെ ചുറ്റുവിളക്ക് ഉണ്ടല്ലോ. ചുറ്റുവിളക്ക് എങ്ങനെയാണ് ഇവിടുത്തെ? ചുറ്റുവിളക്ക് ഏത് മാസം എങ്ങനെ ചെയ്യാം? ഏത് ദിവസം നിങ്ങൾക്ക് ആവശ്യപ്രകാരമുള്ള ഏത് ദിവസം. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് ധാരാളം കുട്ടികൾക്ക് മംഗല്യഭാഗ്യം ഉണ്ടായിട്ടുണ്ട്, അതുപോലെ രോഗശമനം ഉണ്ടായിട്ടുണ്ട്, പിന്നെ സന്താന സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇന്നെല്ലാം പറഞ്ഞു എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അല്ലേ? ബില്ല് എമൗണ്ട് ഒന്നും ഉണ്ടാവില്ല അല്ലേ? അങ്ങനെയാണ് വരുന്നത് അല്ലേ? ഫുള്ളായിട്ടുള്ളത് അതെ, എക്സ്ട്രാ വരും അല്ലേ? ഈ പിന്നെ എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് മാത്രം വൈകുന്നേരം വിളക്കെത്തിക്കും. ഇവിടെ വെളിച്ചപ്പുണ്ടോ? എത്ര വെളിച്ചപ്പുണ്ട്? ഇവിടെ ഒരാളേ ഉള്ളൂ അല്ലേ? എന്താ അദ്ദേഹത്തിൻ്റെ പേര്? രാഘവ. വീടിലുള്ള ആൾ തന്നെ അല്ലേ? ഇരിട്ടിയിൽ. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇനിയിപ്പോൾ അഥവാ ഓൺലൈനിൽ വഴി ആരെങ്കിലും പ്രസാദമോ അല്ലെങ്കിൽ ചുറ്റുവിളക്കോ ചെയ്യുന്നതിന് നിങ്ങളങ്ങനെ നിവേദ്യം കൊടുക്കാൻ കഴിയില്ലല്ലോ. നമുക്കിത് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ കുടുംബത്തിൽ ആരും കൊണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ പ്രസാദം കൊടുക്കാം അല്ലേ? അല്ലാതെ അയച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലേ? പിന്നെ അതുപോലെ തെയ്യങ്ങൾ നിങ്ങൾക്ക് ആരെങ്കിലും നേർച്ചയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു തരും അല്ലേ? നേർച്ച തെയ്യങ്ങളായിട്ട് ഉള്ളേ ഉള്ളൂ അല്ലേ? അല്ല, അങ്ങനെയല്ല. ചിലവർക്ക് ഭഗവതിനെയോ ആരും കെട്ടിയടിക്കാൻ അതൊന്നുമില്ല, അതൊരു പരിപാടിയില്ല. അപ്പോൾ അതിൽ അഥവാ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അത്ര ചിലവാകുന്നുള്ളത്. അതെ അതെ, അത് നമുക്ക് നേരിട്ട് ഫോണിൽ കൂടി സംസാരിച്ചാൽ മതി. എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മീഡിയയിൽ കൂടി പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ നല്ല നമസ്കാരം. ഒരിക്കും കൂടി പേര് പറയും. ധനേഷ്. എന്ത് ചെയ്യുന്നു? ക്യാമറമാനോ? നല്ല നമസ്കാരം. ഇതെല്ലാം പിടിക്കണോ? തുണ്ടിപ്പൂത്തേക്ക് ആവുന്ന പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. എല്ലാ നാട്ടിൽ എല്ലാ കേരളം മൊത്തറിയണ്ടേ. വൈസ് പ്രസിഡന്റ് അത് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ഭാരത് തൊണ്ടിക്കോത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കാനേ. അപ്പോൾ പുതിയ ക്ഷേത്ര കാഴ്ചയുമായിട്ട് നമ്മൾ വേഗം വരുന്നുണ്ട്. ഇനി ഗണേശോത്സവത്തിനാണ് യാത്ര. അത് ഐവർക്കുളം മഹാവിഷ്ണു ക്ഷേത്രത്തിനടുത്ത് നിന്ന് ഒരു ആൾക്കാർ ഇത് തുടങ്ങുന്നത്. മറ്റൊന്ന് വേറെ 3 പേരുണ്ട്. അത് ഭാരത്തിൽ നിന്ന് അങ്ങോട്ട് ഉള്ളോട്ടേക്കുള്ള സ്ഥലത്താണ്. അപ്പോൾ ഞാൻ 3 സ്ഥലത്തും പോകാൻ പറ്റുമെങ്കിൽ പോകും, ഇല്ലെങ്കിൽ പിന്നെ ഐവർക്കുളത്തുള്ള ഗണേശ ഉത്സവത്തിൽ പങ്കുചേർന്നിട്ട് അങ്ങനെ പോവുക ചെയ്യാം. അപ്പോൾ നല്ല നമസ്കാരം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കാനും ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളുടെ പ്രവർത്തനങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അവരെ പെരുമാറ്റവും അങ്ങനെ തന്നെ നല്ല പെരുമാറ്റമാണ്. അവർ എന്തെല്ലോ ജീവകാരണ പ്രവർത്തനം ചെയ്യലുണ്ട്. അപ്പോൾ ഇവർ അന്നദാനശാല വഴിക്ക് മുടങ്ങിപ്പോയിട്ടുള്ളത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ സമയത്ത് മുടങ്ങിപ്പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ചെയ്യാം. ധാരാളം ജനങ്ങൾ കണ്ടില്ല നിങ്ങൾ, ഇത് സംക്രമത്തിലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം. സംക്രമത്തിനാണ് കണ്ട വാഹനമെല്ലാം കണ്ടങ്ങൾ അത്രക്കായിരം ജനങ്ങൾ ഇവിടെ വരുന്നതാണ്. ഇപ്പം ഓണം കഴിഞ്ഞുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ കുറവ് കേട്ടോ. ഇല്ലെങ്കിൽ നല്ല ധാരാളം ജനങ്ങളുണ്ടാവും. അപ്പം നിങ്ങൾ ഇതിൽ പങ്കുചേരുക. അടുത്ത മാസം 17-ാം തീയതിയാണ് സംക്രമമുള്ളത്. അതിൽ നിങ്ങൾ പങ്കുചേർന്ന് നിങ്ങൾക്ക് ചേരാൻ പറ്റുമെങ്കിൽ ചേരുക കേട്ടോ. അപ്പോൾ നല്ല നമസ്കാരം. നമുക്ക് ഇനിയും കാണാം. നമുക്ക് യാത്രകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ ഇന്നത്തെ യാത്രയാണ്, അല്ലാതെ ഫുൾ യാത്രയല്ല. നല്ല നമസ്കാരം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യ അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് വൈകിട്ട് ഗണേശോത്സവം കൂടി കണ്ടിട്ട് മടങ്ങിപ്പോവാം കേട്ടോ. നല്ല നമസ്കാരം. ഇത് നമ്മളെ കുട്ടികളാണേ.